കത്തോലിക്ക കോൺഗ്രസിന്റെ അതിജീവന യാത്ര ഞായറാഴ്ച കോതമംഗലത്ത് എത്തിച്ചേരും. വൈകുന്നേരം 5-ന് ചെറിയ പള്ളിത്താഴത്താണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. കാർഷികോൽപ്പന്ന വില തകർച്ച തടയുക, ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെയും കൃഷിയെയും രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി അതിജീവന യാത്ര നടത്തുന്നത്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. കോതമംഗലം രൂപതയിലെ പ്രദേശങ്ങളിൽ ഈ വരുന്ന 17-ാം തീയതി ഞായറാഴ്ച കടന്നു വരുമ്പോൾ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കോതമംഗലത്തും ഈ ജാഥയ്ക്ക് സ്വീകരണം നൽകുകയാണ്. മൂവാറ്റുപുഴ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30-ക്കും, തൊടുപുഴ ഉച്ച കഴിഞ്ഞ് 2:30-ക്കും, കോതമംഗലത്ത് വൈകുന്നേരം 5 മണിക്കുമാണ് സ്വീകരണ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിജീവന ജാഥ കോതമംഗലത്ത് ഞായറാഴ്ചയാണ് എത്തിച്ചേരുന്നത്. വൈകുന്നേരം 5-ന് ചെറിയ പള്ളിത്താഴത്ത് വിവിധ ഫൊറോന സമിതികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വീകരണ സമ്മേളനം മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ രൂപത ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ഭാരവാഹികളായ ജോസ് പുതിയടം, ജോൺ മുണ്ടങ്കാവിൽ, ജോയി പോൾ, ജോർജ് മങ്ങാട്ട്, ബേബിച്ചൻ നിധിയിരിക്കൽ എന്നിവർ പങ്കെടുത്തു. KCV ന്യൂസ്, കോതമംഗലം.